യു ക്യാൻ ഫ്ലൈ വിത്ത് ദിലീപ് രാധാകൃഷ്ണൻ എന്ന ഈ ഒരു പ്രോഗ്രാം ഇത് നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്നത് തെളിവുകളിലാണ്. അതായത് പല പല വാക്കുകൾ പല പല രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഓരോ രാജ്യത്തിനെ പറ്റിയും യൂണിവേഴ്സിറ്റികളെ പറ്റിയും. എന്നാൽ ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കുള്ള യഥാർത്ഥ ജീവിതങ്ങളെ, അത് നാട്ടിൽ നിന്ന് കയറുമ്പോഴുള്ള മനസ്സല്ല, ഇവിടെ എത്തിയ ശേഷമുള്ള അവരുടെ ജീവിതത്തെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് വാർസോയിൽ അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ലൈഫ് ലീഡ് ചെയ്യുന്ന 3 സ്റ്റുഡൻസിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സോ ഇവിടെ ഈ ഒരു മാർക്കറ്റിലേക്ക് എനിക്ക് തോന്നുന്നു 100 കണക്കിനൊന്നല്ല, 1000 കണക്കിനല്ല, 10,000 കണക്കിന് ആൾക്കാർ, കുട്ടികൾ ആസ്പയർ ചെയ്യണ ഒരു രാജ്യമാണ് യൂറോപ്പ്. ഇവിടേക്ക് വരുന്ന റൂട്ടുകളിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു ചർച്ച എടുക്കുന്നതിന് മുന്നേ ഇവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു കാര്യം ഇവർക്ക് ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ട്. സ്റ്റുഡൻറ്റ് ലൈഫിലൂടെ ഇവിടേക്ക് എത്തിപ്പെടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ജോബ് വിസയിൽ വന്ന് പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ ആ അനുഭവത്തെ പറ്റി തുറന്നു കാണിക്കണമെന്ന് ഇവർക്ക് 3 പേർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് അങ്ങനെ ഒരു ഇത് പറയാൻ കാരണം? അങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു ജീവിതത്തിൽ? തീർച്ചയായും. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, HR കമ്പനി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് ദിവസം ഒരുപാട് കോണ്ടാക്ട്സ് വരും, പല ആളുകൾ. ഇപ്പോൾ മാൾട്ടയിൽ നിന്ന് വരും, പോളണ്ട് അല്ലാതെ തന്നെ പല രാജ്യത്തു നിന്നും എനിക്ക് കോണ്ടാക്ട്സ് വരും. എന്തെങ്കിലും ജോലി ഉണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ അവരൊക്കെ വെച്ചാൽ ലക്ഷക്കണക്കിന് പൈസ നാട്ടിൽ നിന്ന് മുടക്കിയിട്ട്, അതും വൈഫിൻ്റെ പണ്ടം അല്ലെങ്കിൽ വീടിൻ്റെ ആധാരം അങ്ങനെ കൊടുത്തിട്ട്. കേൾക്കുമ്പോൾ വിഷമം തോന്നും, പക്ഷേ ഹെൽപ്ലെസ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ അല്ലേ? പക്ഷേ ഞാൻ ഒരുപാട് പേർക്ക് ജോബ്, എനിക്ക് അറിയുന്ന ഒരുപാട് കമ്പനീസൊക്കെ വഴി ടച്ചപ്പ്, അങ്ങനെ ടൈപ്പ് വഴിയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരുപാട് പേര് ഇവിടെ വർക്കില്ലാതെ നിൽക്കുന്നുണ്ട്. എനിക്കറിയാം പേഴ്സണലി. നാട്ടിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഒരുപാട് പേരുണ്ട് ഇതേപോലെ വർക്ക് വിസയിലൊക്കെ വരുന്നത്. അവരൊക്കെ എനിക്ക് പറയാനുള്ളത് മാക്സിമം മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റഡി ആയിട്ട് ഇങ്ങോട്ട് വരിക. കാരണം അവർക്ക് ഓൾറെഡി ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ പിന്നെ ഡിഗ്രി മാസ്റ്റേഴ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് എത്തുക. കാരണം ഇവിടെ സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് ഇവിടുത്തെ ഗ്രാജുവേഷൻ, അതായത് മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഇവിടുത്തെ UG ഗ്രാജുവേഷൻ എന്തെങ്കിലും വേണം, എന്നാലേ നമുക്ക് കമ്പനിക്ക് അവർ ഹയർ ചെയ്യുള്ളൂ. അപ്പോൾ അതൊരു മെയിൻ ഫാക്ടറാണ് ഇവിടുത്തെ. ഇപ്പോൾ ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള, എല്ലാവരും വെൽ കണക്റ്റഡ് ആയത് ഫുട്ബോളാണ്. അപ്പോൾ നമ്മളൊക്കെ രക്തത്തിൽ ഇപ്പോഴും ഫുട്ബോൾ ഉണ്ട്. അപ്പോൾ അതെനിക്ക് വേണം കേരളത്തിൽ ഒരു ഇതുള്ള ആളുകളുടെ എല്ലാത്തിലും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നാട്ടിൽ നിന്ന് ഫുട്ബോൾ കളിച്ച് നമ്മൾ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി പഠിക്കുക. കാരണം അവരുടെ കോൺസെപ്റ്റ് അങ്ങനെയാണല്ലോ, അതായത് യൂറോപ്യൻ രീതിയിലല്ല. കാരണം അവർ എഞ്ചിനീയറിങ്, ഡോക്ടേഴ്സ് ആ രീതിയിലാണല്ലോ. അപ്പം നാട്ടിൽ നിന്നുള്ള പ്രഷറും വീട്ടിൽ നിന്നുള്ള സീനൊക്കെ ആയിട്ട് നമുക്ക് കോഴ്സ് എടുത്ത്, പക്ഷേ ഞങ്ങൾ സ്റ്റിൽ ഇപ്പോഴും ഞങ്ങൾ കളി എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോഴും പോണത്. എല്ലാവരും ഈ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റ് ഫീൽഡിൽ തന്നെ ഡിഗ്രി തന്നെയാണ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെൻറ്റ് ഫീൽഡിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് നമുക്ക് ഷോർട്ടേജ് സ്കിൽ എന്ന് പറഞ്ഞാൽ ഇല്ല, നമുക്കറിയാം. നേറ്റീവ് പോപ്പുലേഷൻ കോമ്പറ്റീഷൻ ഉണ്ട്. എന്നിരുന്നാലും ഒരു ചങ്കുറ്റത്തിൽ തന്നെയാണോ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ? അതെ, ഇപ്പോൾ നമ്മുടെ പോളണ്ട് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ കുറേ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ പല പല കമ്പനികളായാലും നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ പോളണ്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിൽ ഒരു പ്രതീക്ഷ ഉണ്ട്, നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് ഇവിടെ. ഇവിടേക്ക് ഇനി വരാൻ പോകുന്ന സ്റ്റുഡൻറ്റ് വിസയിൽ വരാൻ പോകുന്ന കുട്ടികളോട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുമോ പോളണ്ട്, അതോ വേറെ ഏതൊരു യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയാൽ മതി എന്ന് പറയും? ഇല്ല, തീർച്ചയായിട്ടും പോളണ്ടിലേക്ക് വരണം തന്നെയാണ് പറയുള്ളൂ, സ്റ്റുഡൻ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ. കാരണം അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട്. ഫുട്ബോൾ ടീം, ഞങ്ങളൊരു ക്ലബ്ബ് ഇപ്പോൾ ഇതുപോലെ ഞങ്ങൾ അത്യാവശ്യം പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ടീമിൻ്റെ ഒരു ഇതാണ് മെയിനായിട്ട്. ഞങ്ങൾ അങ്ങനെ കൂടി കഴിഞ്ഞപ്പോൾ സെറ്റായിട്ട് തോന്നിയത്, എന്താ പറയുക, നല്ല രീതിയിൽ ഇവിടെ എനിക്ക് വന്ന സമയത്ത് ഞാൻ 2 മാസം എനിക്ക് ഇവരായിട്ട് കോൺടാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സമയത്ത് വന്ന സമയത്ത് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതിനെ മറികടക്കാൻ ഫുട്ബോൾ സഹായിച്ചു. സത്യമായിട്ടും അത് തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം. നമ്മുടെ പാഷൻ പേഴ്സ് ചെയ്യുക എന്നൊക്കെ പലപ്പോഴും വലിയ വലിയ ആളുകൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാഷൻ പേഴ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്ന ജീവിതത്തിൻ്റെ മറ്റൊരു മുഖം നമുക്ക് മനസ്സിലാവും. നമ്മുടെ യഥാർത്ഥ സന്തോഷം എന്താ നമ്മൾ തിരിച്ചറിയുന്ന കാലഘട്ടങ്ങളാണ്. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടൈം തന്നെയാണ് വിദേശത്ത് പോയിട്ട് പഠിക്കുന്ന ഒരു കാലയളവ്. എന്നാൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിലും ഹാപ്പി ആയിട്ട് നിൽക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഇവർ 3 പേര്. അതിന് കാരണം അവരുടെ ചെറുപ്പം മുതലുള്ള പാഷനായിട്ടുള്ള ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഘടകം തന്നെയാണ്. ഏത് അളവ് വരെ നമ്മുടെ പാഷൻ പേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇവർ 3 പേര്.